ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഇന്ന് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെതിരായി വളരെ വലിയ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. പിന്നോക്ക വിഭാഗങ്ങളെ ഇടതുപക്ഷവും കോൺഗ്രസും അവഗണിക്കുന്നു എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറയുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു അവഗണന പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടോ? അല്ല പ്രശാന്ത്, നമ്മളിവിടെ ഒരു വെറുതെ ഒരു പ്രാഥമികമായി ഒരു നോട്ടം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സമുദായം ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൽ 27% മറ്റോ SNDP-കാരുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ SNDP-കാർ 27% എന്ന് പറയുമ്പോൾ അവരുടെ വോട്ട് നിർണായകമാണ്. ഏത് മുന്നണി ജയത്തിലേക്ക് വരണം, ആര് ജയിക്കണം, അവരുടെ വോട്ട് നിർണായകമാണ്. അപ്പോൾ ശിവഗിരി മഠാധിപതി ഇങ്ങനെ ഇത് പറയുമ്പോൾ, അതും ഈ സമയത്ത് പറയുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നാളിതുവരെ ഇങ്ങനെ ശിവഗിരി മഠം ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. വളരെ പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് സംഘടിപ്പിച്ചത് തന്നെ കോൺഗ്രസിലെ SNDP സമുദായത്തിലെ അംഗങ്ങളായിട്ടുള്ള ഗുരു ഗാന്ധി സംഗമം. അതൊരു വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ശിവഗിരി മഠാധിപതി അവരുടെ സമുദായത്തിലെ ആൾക്കാരെ നിങ്ങൾ പരിഗണിക്കണം എന്നൊരു വാക്കുമായി വന്നിരിക്കുന്നു. സത്യത്തിൽ കോൺഗ്രസ് ഒരു വേള ഇവരെ മറന്നോ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇടതു മുന്നണിയും മറന്നോ എന്നൊരു തോന്നൽ. കാരണം മറ്റൊന്നുമല്ല, അത് ഇവർ നിർണായക ശക്തിയാണ്. കോൺഗ്രസിൽ ഇത്തരത്തിൽ ഇപ്പോൾ വയലാർ രവി എന്ന് പറയുന്നൊരു വലിയ നേതാവ് നമുക്കറിയാമെന്നുള്ള, ഇപ്പം നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആർ ശങ്കറാണ് കേരളത്തിലെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആദ്യത്തെ കേരളത്തിലെ കോൺഗ്രസിലെ ഈഴവ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അപ്പോൾ അതൊക്കെ മെരിറ്റ് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സി കേശവൻ, ആർ ശങ്കർ, പിന്നീട് ഇങ്ങോട്ട് പറയുമ്പോൾ വയലാർ രവി, ഈ പറയുന്ന VM സുധീരൻ, വക്കം പുരുഷോത്തമൻ, എന്തിനു പറയുന്നു, നിരവധി നേതാക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ സമുദായം അംഗങ്ങളാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ശിവഗിരി മഠാധിപതി പറഞ്ഞത് അവരെ കാണാനായിട്ട് ചെല്ലുന്ന നിരവധി പേർ, ഇപ്പോൾ മഠത്തിൽ ഒരുപാട് പേര് കാണാൻ ചെല്ലും. ഈ സമൂഹത്തിലെ നിരവധി പൊസിഷനിലുള്ള ആൾക്കാർ ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഈഴവരെ മാത്രമല്ല പറഞ്ഞത്, അതിലേക്ക് താഴേക്കുള്ള ആൾക്കാരെയും പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ജാതി മതം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി ആയാലും CPM ആയാലും സീറ്റ് വിഭജിക്കുമ്പോൾ, ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് പേര് പറഞ്ഞ് സീറ്റ് വിഭജിക്കുമ്പോൾ NSSന് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഇപ്പോഴത്തെ സ്വഭാവം അങ്ങനെയാണ്. ഒരു മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം മനസ്സിലാക്കിയിട്ട് ആ മണ്ഡലത്തിലേക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് അവർക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക. അതാണ് പ്രശാന്തിന് മനസ്സിലാവും. അപ്പം അങ്ങനെ അത്തരത്തിൽ പ്രാതിനിധ്യമുള്ളപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, പ്രശാന്തിനും അറിയാം, ഒരേ ഒരു ബാബു മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. തൃപ്പൂണിത്തുറ MLA ബാബുവാണ് ഉള്ളത്. ആർക്ക്? UDFന് ഉള്ളത്. UDFന്റെ ഒരേ ഒരു ഈഴവ MLA എന്ന് പറയും. നമ്മളീ പറയുന്ന സ്വാമിമാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഇടതുപക്ഷം അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഈഴവ സമുദായത്തിൽ വരുന്ന ആളല്ലേ? അല്ല, അത് കറക്റ്റ് എണ്ണം പറഞ്ഞിട്ടുണ്ട്. 10 മന്ത്രിമാരുണ്ട് മറ്റ് കമ്മ്യൂണിറ്റിയിൽ, അതായത് നായർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിൽ കൂടിയ കമ്മ്യൂണിറ്റി. ബാക്കി 2 മന്ത്രിമാരെന്നാണ് പറയുന്നത് ഈഴവ. ഞാൻ ശരിക്കും എടുത്തിട്ടില്ല ആ എണ്ണമൊന്നും. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വാമിമാരെ അവർ മെഷർ ചെയ്യും, ഞാൻ എണ്ണിയിട്ടില്ല. ഞാൻ LDFിലെ മുഖ്യമന്ത്രി ഈ കാസ്റ്റാണ്, ഈ പറയുന്ന പോലെ ഈഴവയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ആർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ചേട്ടാ, ഇതിപ്പം ഈഴവ ആയാലും നായർ സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു മന്ത്രിയും ഒരു MLAയും അല്ലെങ്കിൽ ഒരു MPയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സംഘടനാ പാഠവും കഴിവും കൂടെ നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിവുള്ളവർ MP ആവും MLA ആവും. അതിൻ്റെ പേരിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മഠാധിപതി നടത്തിയിരിക്കുന്നത് ഒരു ജാതി സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമല്ലേ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? പ്രശാന്ത്, ഒരിക്കലും അങ്ങനെ അല്ല. എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, M ലിജു എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് ആലപ്പുഴയിൽ. അദ്ദേഹം SNDP സമുദായത്തിൻ്റെ ആളാണ്. അദ്ദേഹത്തിന് അമ്പലപ്പുഴ ഇട്ടാൽ സുധാകരനാണ് അദ്ദേഹത്തിനെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത്. അതിനു മുമ്പും തോൽപ്പിച്ചതാണ്. ജയിക്കുന്നൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ നിർത്തിക്കൂടെ? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ജയിക്കുന്നവരിടത്തും നമ്മളെ ആൾക്കാരെ ഇടുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്. എന്തിനാ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കിയത്? പ്രശാന്ത് പറ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് UDFന്റെ ഒരു വോട്ട് ബാങ്കാണ്. അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് വന്നു ചേരുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് കൂടുതൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് കൂടുതൽ ചായ്വുള്ള ഒരു പാർട്ടി തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ്. അത് എനിക്ക് ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. അറിയാമല്ലോ, കോട്ടയംകാരനാണ്, പാലാക്കാരനാണ്. ഞാൻ പറയുന്നത് കോട്ടയത്തിൻ്റെ രാഷ്ട്രീയം, പാലായുടെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. അതിൽ പാലാ ഏരിയ എന്ന് പറയുന്നത്, അവിടെ ഞാൻ ഇന്ന് രാവിലെ ഷോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ക്രിസ്ത്യാനിറ്റി അവിടെയാണ് അവർ കൂടുതലായിട്ട് വോട്ട് നോക്കുന്നത്. പിന്നെ NSSന്റെ വോട്ടുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് കോൺഗ്രസിലേക്കാണ്. അറിയാമല്ലോ, NSS വോട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അതിൽ തന്നെ ഈ പറയുന്ന ഈഴവ സമുദായത്തിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്.
കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെത്തൊഴിലാളി സംഘടനകളും അങ്ങനെയുള്ള കുറേ സംഘടനകൾ ഈ പറയുന്ന കോൺഗ്രസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഷാപ്പ് തൊഴിലാളി ഏകോപനം അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ പോകുന്നത് ഈ പറയുന്ന LDFിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്നതിനകത്ത് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നുള്ള VN വാസവൻ, അദ്ദേഹം മിനിസ്റ്ററാണ്, അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നിടത്ത് ജയിക്കുന്ന ഒരിടത്തും തന്നെ ഞങ്ങളുടെ ആളുകളെ നിർത്തുന്നില്ല, ജയിക്കുകയില്ലാത്ത ഇടത്ത് ഞങ്ങളുടെ ആളുകളെ നിർത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന VN വാസവനെ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയാൽ പോരെ. ഈ പിണറായി സഖാവ് പിന്നെ എവിടെ നിൽക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടത്തിനാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതിനകത്ത് ഇപ്പൊ പറയുന്ന അടൂർ പ്രകാശ്, അദ്ദേഹം ഈ പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളല്ലേ, അദ്ദേഹം ഇപ്പൊ MP അല്ലേ, അദ്ദേഹം നല്ലൊരു സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരെയും അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ടികൾ ആ ഒരു സമുദായത്തെ പൂർണ്ണമായും അടച്ചു ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിലല്ലേ പൊതുജനം കേൾക്കുക. പ്രശാന്ത്, അതിൽ വേറൊന്നും ആ സ്വാമിയെ പറയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഈഴവ സമുദായത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ഉള്ള ഒരാളാണ്. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചേർത്ത് പിടിക്കും. ഇപ്പോഴീ പറയുന്നിടത്ത് മുഖ്യമന്ത്രിയുമായി അത്ര അങ്ങ് അടുപ്പം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചേട്ടനും അറിയാം, വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളി ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതേസമയത്ത് അതൊരു നായർ മുഖ്യമന്ത്രി ആയിരുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ചേർത്ത് പിടിക്കില്ല. അല്ല, അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായ നേതാവ് ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പം ഈ പറയുന്ന SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയുടെ തലപ്പത്തില്ല. അദ്ദേഹം ഇപ്പോൾ സ്ഥാനം തെറിച്ച് ഒന്നുമല്ലാതിരിക്കുവാണ്. അപ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അത് മാത്രമല്ല അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിക്ക് കോൺഗ്രസിൽ പ്രാതിനിധ്യമില്ലെന്ന് ഇപ്പോൾ പറയാൻ മടിക്കും. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞില്ലേ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നെന്ന്. അദ്ദേഹത്തിൻ്റെ സ്ഥാപിത താല്പര്യം മാത്രമാണ് പ്രശാന്ത്, വെറും സ്ഥാപിത താല്പര്യമാണ് അദ്ദേഹത്തിന് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ മാറിപ്പോണം. പിന്നെ ഈ ഈഴവ സ്നേഹം എന്ന് പറയുന്നത്, ഈഴവ സ്നേഹമൊക്കെ അദ്ദേഹത്തിന് പോയി. കാര്യം അദ്ദേഹം ആദ്യം 1996 അദ്ദേഹം SNDP പിന്നെ ജനറൽ സെക്രട്ടറി ആദ്യ ടേം വരുമ്പോൾ ഈ സംഘടനയ്ക്ക് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് VM സുധീരനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ഒക്കില്ല. VM സുധീരൻ അദ്ദേഹം തമ്മിൽ ശത്രുക്കളാണ്. നിങ്ങൾക്കറിയോ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ സമുദായത്തിലെ ആള് ആശുപത്രി കിടക്കുമ്പോൾ ഒന്ന് കാണാൻ, ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് SUT ആശുപത്രിയിൽ കാണാൻ പറ്റി വെള്ളാപ്പള്ളി ചെന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വീട്ടുമുട്ടി അടുപ്പിച്ചിട്ടില്ല VS ഈ വെള്ളാപ്പള്ളിയെ. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഈഴവ കമ്മ്യൂണിറ്റിയോട് ഇദ്ദേഹത്തിന് അങ്ങ് സ്നേഹം ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ VS അടുപ്പിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തെ? ഇല്ലല്ലോ. അപ്പൊ ഒരു പിണറായി വിജയനല്ലേ അടുപ്പിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് അദ്ദേഹത്തെ അടുപ്പിച്ചത്? അദ്ദേഹത്തിന് ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ജാതി സ്പർദ്ധ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ സണ്ണി ജോസഫിന്റെ കാര്യം പറഞ്ഞു, ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ അദ്ദേഹത്തിനെ നിർത്തിയിരിക്കുന്നത്. അതെ, അച്ഛന്മാർക്കും അതുപോലെ അദ്ദേഹമാണ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ കേസെല്ലാം വാദിക്കുന്നത്. അത് നിങ്ങൾക്കറിയോ? അദ്ദേഹം ഒരു വക്കീലാണ്. ഈ കാണുന്ന എല്ലാ സമുദായത്തിന്റെയും കേസ് വാദിക്കുന്ന അദ്ദേഹമാണ്. ഈ കേസ് വാദിക്കുന്ന അദ്ദേഹത്തിന് പിന്നെ വെറുതെ ഇങ്ങനെ ഈ സുധാകരനെ KPCCയുടെ പ്രസിഡന്റ് ആക്കിയത് ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയനെതിരെ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ മാത്രമല്ല, സമുദായത്തിന്റെ ആളെന്ന് തന്നെയാണ്. ഇപ്പം സമുദായത്തിന്റെ ആള് ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം എന്ന കാര്യത്തിനാണ് അന്ന് സുധാകരനെ വെച്ചത്. ഇപ്പോൾ ഈ പറച്ചിലിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കണം. അദ്ദേഹം നിയമസഭയിലേക്ക് വരണം. അടൂർ പ്രകാശ് SNDP സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യം അർഹിക്കപ്പെടുന്ന ഒരാളാണ്. സുധാകരൻ അത് അർഹിക്കപ്പെടുന്ന ഒരാളാണ്. അവരെ നിങ്ങൾ എന്തിനു വെട്ടണം എന്നാണ് ബഹുമാനപ്പെട്ട ഈ കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളോട് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഒരു കത്ത് അദ്ദേഹം കൊടുത്തപ്പോൾ ഇവിടെ എല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. അദ്ദേഹം കൊടുത്തപ്പോൾ ഈഴവ പ്രാധാന്യം കിട്ടുന്നില്ല എന്നാണ്. പ്രശാന്തിന് അറിയില്ല. പ്രശാന്ത് അറിയാമോ? കാര്യം പ്രശാന്തൊക്കെ ഈ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. EK നായരുടെ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നെന്നറിയോ? ആ പേരുകൾ പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അത് അറിയില്ല. അത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ VSന്റെ മന്ത്രിസഭയിൽ എത്ര ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ടെന്നറിയോ? ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയുടെ അല്ലേ? ഇപ്പോ പ്രശാന്ത് പറഞ്ഞു NSSന്റെ വോട്ട് കോൺഗ്രസിന് N ബ്ലോക്ക് പോകുമെന്ന്. പ്രശാന്ത്, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അതുപോലെ NSS കമ്മ്യൂണിറ്റിയിലും കുറേയധികം CPM വോട്ടുണ്ട്. അതറിയോ? എന്റെ നാട്ടില് എത്രയോ NSS കുടുംബാംഗങ്ങൾ പ്രയോറിറ്റി കൂടുതൽ എപ്പോഴും കോൺഗ്രസിനാണ്. ഇല്ല, അത് പോയി. അവരെല്ലാം ഇപ്പൊ BJPയിലേക്ക് പോയി. SNDP സമുദായത്തിൽ നിന്നും BJPയിലേക്ക് പോയി. അതാണ് ഈ CPMകാർ കിടന്ന് കൈകാലിട്ട് അടിക്കുന്നത്. ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് അവർ ഇന്നലെ തീരുമാനം പിന്നെ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? അതെന്തുകൊണ്ടെന്ന് അറിയാമോ? അത് ഈ പറയുന്ന പോലെ ഇവരുടെ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാരായിട്ടുള്ളത്.
അയ്യപ്പന്റെ വിശ്വാസികൾ എന്ന് പറയുന്നത് ഇവരുടെ സഖാക്കളാണ്. അപ്പൊ അതുപോലെ ഭൂരിപക്ഷ സമുദായത്തിൽ ഇത്രയും ശതമാനം വോട്ട് കിട്ടുന്ന ഒരു, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, NSSന്റെ സുകുമാരൻ സാറ് എന്താ പറഞ്ഞേ? സുകുമാരൻ നായർ സാർ എന്താ പറഞ്ഞേ? സുകുമാരൻ നായർ സാർ ഈ പറയുന്ന വെള്ളാപ്പള്ളിയോടല്ല, പിന്നെ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുകയായിരുന്നില്ലേ? അദ്ദേഹം ഈ പറയുന്ന വിശ്വാസ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചേർന്ന് നിന്നില്ലേ? NSSന്റെയും വോട്ടുണ്ട് CPM-ന്. ഇന്ന് കാലം മാറിയപ്പോൾ, അതായത് മുതലാളിമാരായിട്ട് പൈസ ഉള്ളവരായിട്ട് മാറുമ്പോൾ കുറേയധികം NSSകാർ പോകും. ഇപ്പൊ CPM-ലും പിന്നെ എന്തുകൊണ്ട് ഈ ഈഴവ സമുദായം മാറിപ്പോയി? കാശുള്ള ഈഴവരെല്ലാം കോൺഗ്രസിലും പോയി, BJP-ലും പോയി. അപ്പോൾ ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന ഇത്രയേ ഉള്ളൂ, സീറ്റ് നിർണയം വന്നപ്പോൾ, സീറ്റ് നിർണയം വരുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ കെ സുധാകരനെ നിയമസഭയിൽ, കാര്യം MP ആയിട്ട് അങ്ങ് ഡൽഹി പോവില്ലയോ, പിന്നെ ഇവിടെ എന്ത് പണിയാ ഉള്ളത്? കേരളത്തിൽ പ്രാതിനിധ്യം വേണ്ടേ? ഇത്തവണ ബാബു മത്സരിക്കുന്നില്ല, M ലിജു എവിടെയാണെന്ന് പറയുന്നില്ല. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നതിൽ തെറ്റ്. അത് മാത്രമല്ല, ഈ കമ്മ്യൂണിറ്റി മാത്രമല്ല, താഴെത്തട്ടിലെ ആൾക്കാരില്ലേ? NSSന് പ്രാധാന്യം വേണമെന്ന് അദ്ദേഹം പറയുന്നതിൽ ഈ SNDPക്ക് മാത്രമെന്നല്ല പറയുന്നത്, കേരളത്തിലെ എല്ലാ സമുദായത്തിലും. ഇത് പറഞ്ഞാലേ ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുള്ളൂ എന്നുള്ള, പിന്നെ എങ്ങനെ പറയാതിരിക്കും? ശരിയാണ് അല്ലെ? നിങ്ങൾ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ LDF-ൽ 10 മന്ത്രിമാരാണ് മറ്റു സമുദായത്തിൽ നിന്നുള്ളത്. നേരെ മറിച്ച് നേരത്തെ ഇരുന്ന സമയത്ത് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു, നയനാർ മന്ത്രിസഭയിൽ, VS മന്ത്രിസഭയിൽ, എന്തിനു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. കാര്യം തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ജോലിയായിട്ടുള്ള ഒരാളാണ് ഞാൻ, നിരവധി കാര്യങ്ങൾ കയറി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങളിത് നോക്കും, ജാതിയും മതവും മനസ്സിൽ വെച്ചിട്ട് പറയുന്നതല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മണ്ഡലത്തിൽ ഇപ്പൊ വാസവന്റെ കാര്യം പറഞ്ഞു, വാസവൻ അവിടെ നിന്നാലേ ജയിക്കുള്ളൂ. TK രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം കോട്ടയത്തുകാരനായ ആളാണ്. വൈക്കം വിശ്വൻ NSSന്റെ ആളാണ്, അല്ലെ? ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും പറയുന്നതല്ല. ഇത് അദ്ദേഹം പറയുക എന്ന് പറയുന്നതിൽ അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുകയാണോ UDF? R ശങ്കർ, C കേശവൻ തുടങ്ങിയ വലിയ വലിയ ആൾക്കാരാണ് ഇവിടെ കോൺഗ്രസിനെ കൊണ്ടുവന്നത് എന്ന് KC വേണുഗോപാലൻ തന്നെ പറഞ്ഞു. ഈ പറയുന്ന ഗുരുദേവനും ഗാന്ധിജിയും കണ്ട ആ ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി. അതായത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന അവസരത്തിൽ നമുക്കൊരു നിഗമനത്തിലെത്താം. കെ സുധാകരൻ തീർച്ചയായും മത്സരിക്കും, അടൂർ പ്രകാശ് തീർച്ചയായും മത്സരിക്കും. ഇവർ രണ്ടുപേരുടെയും പേരുകൾ മത്സരിപ്പിക്കണം എന്ന് ഈ സ്വാമി പറയാതെ പറയുകയാണ്. കാര്യം അടൂർ പ്രകാശിന് വളരെയധികം ബന്ധം മഠവുമായിട്ടുണ്ട്.